നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾട്ടർനേറ്റേഴ്സ് എങ്ങനെ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓൾട്ടർനേറ്ററിനെ യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പറ്റുമെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് പവർ ഫാക്ടർ എന്നുള്ളതാണ്. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ടിൽ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പവർ, അപ്പൊ ആ പവർ കൺസ്യൂം ചെയ്യുന്ന പവറും വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യപ്പെടുന്ന പവറിന്റെ ഒരു റേഷ്യോനെയാണ് നമ്മൾ ജനറലി പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അത് AC സർക്യൂട്ട്സിലാണ് നമ്മൾ പവർ ഫാക്ടർ യൂസ് ചെയ്യുന്നത്. DC സർക്യൂട്ടിൽ ഇപ്പോൾ നമുക്ക് പവർ ഫാക്ടർ എന്നുള്ള ടൈം യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ AC സർക്യൂട്ടിലാണ് നമുക്ക് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഇപ്പൊ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഇൻഡക്ടേഴ്സ് ആണെങ്കിൽ അതിലൊരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയും ആ EMF കാരണം ഒരു എനർജി അതിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും അപ്പോൾ ഓരോ സൈക്കിളിൽ ഈ എനർജി തിരിച്ച് സോഴ്സിലേക്കും പിന്നെയും സോഴ്സിൽ നിങ്ങോട്ടും അങ്ങനെ ഫ്ലോ ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പവർ ഫാക്ടർ എന്നുള്ളത് ഈ ഇൻഡക്റ്റീവ് ലോഡ്സിനും കപ്പാസിറ്റേഴ്സിനും ഒക്കെ അല്ലെങ്കിൽ AC സർക്യൂട്ട്സിൽ കൂടുതൽ നമ്മൾ പവർ ഫാക്ടർ എന്നുള്ള ടേം ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യൂസ്ഫുൾ പവർ ആയിട്ട് നമുക്ക് പലപ്പോഴും ആ കൺസ്യൂം ചെയ്യുന്ന പവറിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള പവർ എപ്പോഴും അത്രത്തോളം കിട്ടുന്നില്ല. അപ്പോൾ അത് ഒരു ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനറേറ്റേഴ്സിനെയും ലോഡ്സിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ പവർ ഫാക്ടർ എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. ലോഡ്സ് ആണ് എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന്റെ പവർ ഫാക്ടർ തീരുമാനിക്കുന്നത്. അപ്പോൾ ജനറേറ്റേഴ്സ് അല്ല, ലോഡ്സ് ആണ് പവർ ഫാക്ടർ തീരുമാനിക്കുന്നത്. ജനറേറ്റേഴ്സ് പവർ ഫാക്ടർ തീരുമാനിക്കുന്ന ടൈം ഉണ്ട്. അതൊരു എന്ന് വെച്ചാൽ മെയിൻസുമായിട്ട് പാരലായിട്ട് ജനറേറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ജനറേറ്റേഴ്സ് അവിടുത്തെ പവർ ഫാക്ടർ തീരുമാനിക്കും. പക്ഷെ അല്ലാത്ത സമയങ്ങളിലൊക്കെ ലോഡ്സ് ആണ് അവിടുത്തെ പവർ ഫാക്ടർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റേഴ്സും ട്രാൻസ്ഫോമേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു KVA അല്ലെങ്കിൽ അപ്പാരന്റ് പവറിന്റെ റേറ്റിംഗ് ആണ് ശരിക്കും ഉണ്ടാവുക. നമ്മൾ ലോഡിനാണ് എപ്പോഴും കിലോ വാട്ടിലൊക്കെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെയാണ് ലോഡാണ് പവർ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ഓൾട്ടർനേറ്റേഴ്സ് ഒക്കെ ശരിക്കും ഒരു 0.8 പവർ ഫാക്ടർ ലാഗിങ് എന്നുള്ള ഒരു ഇതിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇൻഡക്റ്റീവ് ലോഡ്സ് ആണ് കൂടുതലുകൊണ്ട് എപ്പോഴും അവിടെ ലാഗിങ് പവർ ഫാക്ടർ ആണ് വരുന്നത്. അതുകൊണ്ട് ഓൾട്ടർനേറ്റേഴ്സ് ഒക്കെ 0.8 പവർ ഫാക്ടർ ലാഗിങ്ങിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പവർ ട്രയാങ്കിൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് റിയൽ പവർ, ഇത് റിയാക്റ്റീവ് പവർ, ഇത് അപ്പാരന്റ് പവർ. അപ്പോൾ ഇതിൽ നമ്മളുടെ റിയൽ പവർ ബൈ അപ്പാരന്റ് പവറിനെയാണ് നമ്മൾ ശരിക്കും പവർ ഫാക്ടർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം നമ്മൾ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ബ്ലൂവിലും വോൾട്ടേജ് ഓറഞ്ചിലുമാണ്. അപ്പോൾ ഈ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് പവർ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണെങ്കിൽ നമുക്ക് എപ്പോഴും പവർ V/IP, അപ്പൊ അതെപ്പോഴും പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ടാവും. പക്ഷെ Vയും Iയും ഫേസ് ഡിഫറൻസ് വരുമ്പോൾ ചില സമയങ്ങളിൽ പവർ നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും വരും. അപ്പൊ ഇതാണ് നമുക്ക് റിയാക്റ്റീവ് പവർ ഉണ്ടാകാനുള്ള കാരണം. ചില സമയങ്ങളിൽ പവർ പോസിറ്റീവ് ആയിട്ട് വരുന്നു, അത് ഇങ്ങോട്ട് ഡ്രോ ചെയ്യുന്നു. ചില സമയത്ത് പവർ നെഗറ്റീവ് ആണ്, അത് അങ്ങോട്ട് സപ്ലൈ ചെയ്യണം. അപ്പൊ ചില സമയത്ത് സോഴ്സ് നിന്ന് എടുക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ സൈക്കിളിനും ഒരേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് കൂടി 90 ഡിഗ്രി ആയാലും സംഭവിക്കും. അപ്പൊ ആ സമയത്ത് V/I ഹാഫ് പോസിറ്റീവും ഹാഫ് നെഗറ്റീവ് ആയിരിക്കും ഒരു ഹാഫ് സൈക്കിളിൽ തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഒരു ആക്ച്വലി ഒരു പവർ കൺസ്യൂം ചെയ്യുന്നില്ല. ഒരു ഹാഫ് സൈക്കിളിൽ പവർ എടുക്കുന്നു, അടുത്ത ഹാഫ് സൈക്കിളിൽ തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു ആവറേജ് പവർ എന്ന് പറയുന്നത് 0ലേക്ക് പോവുകയും അതായത് ആക്റ്റീവ് പവർ ഒന്നും അവിടെ ഇല്ല, വെറും റിയാക്റ്റീവ് പവർ ആയി മാറുകയും. പക്ഷെ അത് അല്ല സിറ്റുവേഷൻ. അപ്പൊ ഐഡിയലി നമ്മൾ ആക്ച്വൽ സിറ്റുവേഷനിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ ചെറിയൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു പാർട്ട് ഓഫ് പവർ റിയാക്റ്റീവ് പവർ ആയിട്ടും ബാക്കി അത് യൂസ്ഫുൾ പവർ ആയിട്ട് യൂസ് ചെയ്തിട്ട് അപ്പൊ അതിന് നെറ്റ് എടുക്കുന്ന പവർ അപ്പാരന്റ് പവർ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ ഈ റിയാക്റ്റീവ് പവർ കൂടിയാലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പവർ എടുക്കുന്നു തിരിച്ച് സപ്ലൈ എന്ന് പറഞ്ഞാലും ആ ലൈൻസ് കൂടെ തന്നെ അത് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും അവിടെ കുറെ പവർ ലോസ് ആയി പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് റിയാക്റ്റീവ് പവർ ആണെങ്കിലും അത് കൺസ്യൂം ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ലോസ് ആയി പോകുന്നുണ്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന സാധനം. അപ്പൊ അതൊക്കെ അപ്പാരന്റ് പവറിൽ കൗണ്ട് ചെയ്ത് വരും. അപ്പൊ ഇനി റിയൽ പവർ ആൻഡ് റിയാക്റ്റീവ് പവർ ഇൻ ഗ്രിഡിലുള്ള റിയൽ പവറും റിയാക്റ്റീവ് പവറും എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടെ നോക്കാം. അപ്പൊ നമ്മളൊരു ഇൻഡിവിജ്വൽ എക്യുപ്മെന്റിന്റെ അല്ലാതെ ഇനി ഗ്രിഡിലേക്ക് വരുമ്പോൾ അവിടെ കുറെ ജനറേറ്റേഴ്സ് ഉണ്ട്, കുറെ ലോഡ്സ് ഉണ്ട്, ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്, സബ്സ്റ്റേഷൻസ് ഉണ്ട്, അങ്ങനെ വലിയൊരു സിസ്റ്റമാണ്.
അപ്പൊ അവിടെയുള്ള റിയൽ പവർ റിയാക്റ്റീവ് പവറിനെ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഓക്കെ, ഇത് നമ്മൾ 1-2 അനലോഗി വെച്ചിട്ടാണ് പറയുന്നത്. കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വലിയ ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ ഉള്ള വെള്ളം, അപ്പൊ ആ വെള്ളത്തിന്റെ ലെവലിന് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ റിയൽ പവർ റിയാക്റ്റീവ് പവർ എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ നമ്മൾ സിസ്റ്റത്തിൽ സെൻസ് ചെയ്യുന്നതും അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ സിസ്റ്റത്തിന്റെ വോൾട്ടേജും ഫ്രീക്വൻസിയും വെച്ചിട്ടാണ്. അപ്പോൾ ഫ്രീക്വൻസി വേരി ചെയ്യുന്നത് റിയൽ പവറിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാകുമ്പോഴാണ്. അതുപോലെ റിയാക്റ്റീവ് പവർ വേരിയേഷൻ ഉണ്ടാകുമ്പോഴാണ് വോൾട്ടേജ് വേരിയേഷൻ വരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും വോൾട്ടേജിനെയും ഫ്രീക്വൻസിനെയും റെഫറൻസ് ചെയ്തിട്ടാണ് ഇതിനുള്ള കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റിയൽ പവർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, റിയൽ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറെ ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ട്, കുറെ ലോഡ്സ് ഉണ്ട്. അപ്പൊ ഈ ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഒക്കെ വെള്ളം ഈ ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു. ഈ ലോഡ്സ് എല്ലാം ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന പോലെ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജനറേറ്റിംഗ് വരുന്ന വെള്ളവും അല്ലെങ്കിൽ ഇതിലേക്കുള്ള ഇൻലെറ്റും ഔട്ട്ലെറ്റും ഫ്ലോ സെയിം ആണെങ്കിലാണ് നമുക്ക് എപ്പോഴും ഈ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ വാട്ടർ ലെവലിനെ നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ജനറേഷനും ലോഡും സെയിം ആണെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ്? അപ്പോൾ 50 ഹെർട്സ് ആണെങ്കിൽ 50, 60 ആണെങ്കിൽ 60, അതിലെപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ഇപ്പൊ ജനറേഷൻ കൂടുതൽ ലോഡ് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും, ജനറേഷൻ കുറവും ലോഡ് കൂടുതലാകുമ്പോൾ ഫ്രീക്വൻസി കുറയും. അപ്പൊ നമുക്ക് ഈ റിയൽ പവർ എന്ന് പറയുന്ന പവറിനെ യൂസ് ചെയ്യുന്നതും ജനറേറ്റ് ചെയ്യുന്നതും ഡിഫറൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഫ്രീക്വൻസിയിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫ്രീക്വൻസി വെച്ചിട്ടാണ് റിയൽ പവറിനൊക്കെ പറയുന്നത്. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇപ്പൊ റിയാക്റ്റീവ് പവറിനെ പറയുകയാണെങ്കിൽ ഇപ്പൊ റിയാക്റ്റീവ് പവർ നമ്മൾ ഇതേപോലെ ഒരു ടാങ്ക് ആയിട്ട് തന്നെ പറയും. ഇപ്പൊ ടാങ്കിലുള്ള വെള്ളമായിട്ട് പറയുകയാണെങ്കിൽ അപ്പൊ ഈ വെള്ളം കുറെ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, റിയാക്റ്റീവ് പവർ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിലേക്ക് ഇപ്പൊ സിസ്റ്റത്തിലേക്ക് റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയും ഗ്രിഡിലേക്ക്. അതുപോലെ റിയാക്റ്റീവ് പവർ എടുക്കുന്ന ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് റിയാക്റ്റീവ് പവർ എടുത്തുകൊണ്ടിരിക്കുകയും. അപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള വാട്ടർ ലെവലിനെ നമ്മളിപ്പോ ഒരു അനലോഗി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റം വോൾട്ടേജ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിലെ വോൾട്ടേജിനെയാണ് നമ്മളിപ്പോ ഇതിൽ ലെവലായിട്ട് എടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പൊ റിയാക്റ്റീവ് പവർ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമാണെങ്കിൽ അതിലുള്ള വെള്ളത്തിന്റെ ലെവൽ കുറയാണ്, അതായത് സിസ്റ്റം വോൾട്ടേജ് കുറയും. അതേപോലെ ഇവിടെയുള്ള സപ്ലൈ കൂടുതലും റിയാക്റ്റീവ് പവറിന്റെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിലുള്ള വോൾട്ടേജ് ലെവൽ കൂടും. അപ്പോൾ റിയാക്റ്റീവ് പവർ ഇത് ആക്ച്വൽ ഫിസിക്കൽ സംഭവിക്കുന്ന ഇങ്ങനെയല്ല, പക്ഷെ നമുക്ക് ഓർമ്മിച്ച് വെക്കാനും മനസ്സിലാക്കാനും സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റേഴ്സ്, പിന്നെ ലൈറ്റ്ലി ലോഡഡ് ഓവർഹെഡ് ലൈൻസ്, കേബിൾസ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ റിയാക്റ്റീവ് പവർ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇൻഡക്റ്റീവ് ലോഡ്സ്. പിന്നെ ജനറേറ്റിംഗ് സ്റ്റേഷൻസിന് 2 കാറ്റഗറിയിലും വരും. ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഡിമാൻഡ് ആയിട്ടും വരും, സപ്ലൈസ് ആയിട്ടും വരും. കാരണം അവിടെ പല എക്യുപ്മെന്റ്സും അങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റിയതുണ്ട്, ഡിമാൻഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ അവിടെ 2 രീതിയിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നതുണ്ട്. അപ്പൊ അത് 2 കാറ്റഗറിയിലും വരും. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞു വരുന്ന ഓൾട്ടർനേറ്റേഴ്സിനെ കൊണ്ട് നമുക്ക് എങ്ങനെ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാനും എടുക്കാനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഗ്രിഡിൽ പല സ്ഥലങ്ങളിലും റിയാക്റ്റീവ് പവർ ഡിമാൻഡുകൾ ഉണ്ടാവും, റിയൽ പവർ ഡിമാൻഡുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും എക്സാക്ട്ലി അവിടെ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടുത്തെ വോൾട്ടേജും ഫ്രീക്വൻസിയും വേരി ചെയ്യുകയും നമ്മളെ ഗ്രിഡ് റിലയബിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഗ്രിഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഇതിനുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ജനറേഷനിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് ഡിമാൻഡിലും ചെയ്യേണ്ടി വരും. കാരണം ചില സമയങ്ങളിൽ ഡിമാൻഡ് മീറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഇതാക്കാനും നോക്കുമ്പോൾ നമ്മൾ ലോഡ് ഷെഡ്യൂളിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എപ്പോഴും അതിനു വേണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് റിയാക്റ്റീവ് പവറിനെ എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓൾട്ടർനേറ്ററിന്റെ ഒരു വർക്കിംഗ് ഇതൊക്കെ നമുക്ക് ബേസിക് കാര്യങ്ങളാണ്, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമുക്കൊരു സ്റ്റേറ്റർ ഉണ്ടാവും, റോട്ടർ ഉണ്ടാവും. ഇതിൽ സ്റ്റേറ്റർ ആയിരിക്കും ആർമേച്ചർ, റോട്ടർ ആയിരിക്കും ഫീൽഡ്. നമ്മൾ ഫീൽഡിലേക്ക് ഒരു എക്സൈറ്റേഷൻ കൊടുത്തിട്ട് അവിടെ ഒരു ഫീൽഡ് അതായത് ഒരു ഇൻഡ്യൂസ്ഡ് ഫീൽഡ്, അതായത് ഇലക്ട്രോമാഗ്നറ്റ് ആണ്. നമ്മളൊരു ഫീൽഡിലേക്ക് എക്സൈറ്റേഷൻ കൊടുത്തിട്ട് അവിടെ ഒരു ഫീൽഡ് ഉണ്ടാക്കുന്നു, അത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഒരു
റോട്ടർ ഒരു ഷാഫ്റ്റിലായിരിക്കും ഉണ്ടാവും. ആ ഷാഫ്റ്റ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഒരു പ്രൈം മൂവർ നമ്മുടെ ജനറേറ്റർ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സോറി ഡീസൽ ജനറേറ്റർ ഒക്കെ ആണെങ്കിലോ ഒക്കെ ആ ഷാഫ്റ്റ് ആ സെയിം ഡീസൽ എഞ്ചിനിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫീൽഡും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആർമേച്ചറിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ലോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും അപ്പോൾ നമുക്ക് 3 ഫേസ് AC സപ്ലൈ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ഇതിനെ കൊണ്ട് എങ്ങനെയാണ് റിയാക്റ്റീവ് പവർ ഉണ്ടാക്കുക കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ഈ വോൾട്ടേജും നമ്മളുടെ ഫ്രീക്വൻസിയും ഇത് വെച്ച് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഓൾട്ടർനേറ്റേഴ്സിൽ വോൾട്ടേജും ഫ്രീക്വൻസിയും റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ വോൾട്ടേജ് എപ്പോഴും നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്തിട്ടാണ്. ഫ്രീക്വൻസി റെഗുലേറ്റ് ചെയ്യുന്ന സ്പീഡ് കൺട്രോൾ ചെയ്തിട്ടാണ്. അപ്പോൾ എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ്, സ്പീഡ് റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രീക്വൻസിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബ്രഷ്ലെസ് എക്സൈറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബ്രഷ്ലെസ് എക്സൈറ്റേഷൻ ആണ് ഒരു മെയിനായിട്ട് ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഡീസൽ ജനറേറ്റേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സിലൊക്കെ ബ്രഷ്ലെസ് എക്സൈറ്റേഷൻ. അപ്പോൾ ബ്രഷ്ലെസ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ, ഇതാണ് നമ്മുടെ മെയിൻ ജനറേറ്റർ. ഈ മെയിൻ ജനറേറ്ററിലുള്ള ആർമേച്ചറും ഫീൽഡും ഉണ്ട്. പക്ഷേ ഈ ഫീൽഡിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കണം, DC സപ്ലൈ. പക്ഷെ നമ്മൾ ഈ ഫീൽഡ്, ഇത് റോട്ടറിലാണ്. റോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ബ്രഷ് വെച്ചിട്ട് നമ്മൾ DC കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രഷ് വേറെ സ്പാർക്കൊക്കെ വന്നിട്ട് ഭയങ്കര മെയിൻ്റനൻസ് ഇഷ്യൂസും റിലയബിലിറ്റി ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ബ്രഷ്ലെസ് ആയിട്ട് എക്സൈറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു എക്സൈറ്റർ ഉപയോഗിക്കും. ആ എക്സൈറ്ററിൽ നമ്മൾ ഈ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് അതിന്റെ ആർമേച്ചർ എന്ന് പറയുന്നത് ഉള്ളിലും ഫീൽഡ് പുറത്ത് വരും. അപ്പൊ നമുക്ക് ഫീൽഡിലേക്ക് DC കൊടുത്തിട്ട് ആർമേച്ചറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തിട്ട് അവിടെ നമുക്ക് ആ ACനെ റെക്ടിഫയർ വെച്ച് DC ആക്കും. ആ DCനെ നമ്മൾ ഈ റോട്ടറിലേക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എക്സൈറ്റേഷൻ റെഗുലേറ്റർ വെച്ച് നമുക്ക് ഈ വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ DC വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എക്സൈറ്റേഷൻ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഈ ഇതിന്റെ ടെർമിനൽ വോൾട്ടേജിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, അതായത് നമ്മളുടെ ജനറേറ്റർ. അപ്പൊ നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്തിട്ട് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യും. ഇനി സ്പീഡ്, ഫ്രീക്വൻസി റെഗുലേറ്റ് ചെയ്യേണ്ട സമയത്ത് എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി റെഗുലേറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിപ്പോ വോൾട്ടേജ് ഇതിന്റെയാണ്, ഒന്നും കൂടെ പറയാം. ഇതാണ് ഇപ്പം മെയിൻ ജനറേറ്റർ. ഇപ്പൊ ജനറേറ്ററിന്റെ ആർമേച്ചർ ഇവിടെ ഉണ്ട് സ്റ്റേറ്റർ ആയിട്ട്. റോട്ടറിന്റെ മുകളിലാണ് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്. ഇതിന്റെ മുകളിൽ അതേ ഷാഫ്റ്റ് തന്നെയാണ് നമ്മളുടെ എക്സൈറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സൈറ്ററിന്റെ റോട്ടറിൽ ഇതിൽ ആർമേച്ചർ തരും, എന്നിട്ട് ഫീൽഡ് പുറത്ത് തരും. അപ്പൊ ആർമേച്ചറിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ആ വോൾട്ടേജ് റെക്ടിഫയർ, ഇതൊക്കെ റെക്ടിഫയർ യൂണിറ്റ്സ് ആണ്. ആ റെക്ടിഫയർ വെച്ച് DC ആക്കിയിട്ട് ആ DC ഈ ഫീൽഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു തന്നതിന് അത് ഫ്രീക്വൻസി എങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ ഫ്രീക്വൻസി നമുക്കറിയാം, നമ്മൾ ബസ് ലോറി ഒക്കെ പറയുന്ന പോലെ നമുക്ക് ലോഡ് കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ കയറ്റം കയറുന്ന സമയത്തോ നമ്മൾ എന്ത് സംഭവിക്കും? സ്പീഡ് കുറയും. അപ്പൊ സ്പീഡ് കുറയുമ്പോൾ നമ്മൾ കൂടുതൽ ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂവൽ സപ്ലൈ കൂട്ടിയിട്ട് നമ്മൾ അതിന് സ്പീഡ് കൂട്ടും. അപ്പോൾ അങ്ങനെ ഫ്യൂവൽ സപ്ലൈ കൂട്ടിയിട്ട് ഈ സ്പീഡ് കൂട്ടാൻ വേണ്ടി അവിടെ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്തിട്ട് ഫ്രീക്വൻസി, അതായത് സ്പീഡ് കുറയുക കൂടുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫ്യൂവൽ ഇൻടേക്ക് സ്പീഡ് ഗവേണൻസ് വെച്ച് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം? സ്പീഡ് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോ ഡീസലിന്റെ ആണെങ്കിൽ, ഇപ്പം ഹൈഡ്രോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രോയിലുള്ള വാട്ടർ ഇൻലെറ്റിന്റെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫ്ലോ റേറ്റ് അതിലേക്കുള്ള. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനെ നമുക്ക് ഫ്രീക്വൻസി റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഓൾട്ടർനേറ്റേഴ്സിനെ കൊണ്ട് ഇപ്പോൾ റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റിയാക്റ്റീവ് പവർ എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ എപ്പോഴും കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്ററിന് നമ്മൾ ഗ്രിഡിലേക്ക് റിയാക്റ്റീവ് പവർ കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ എക്സൈറ്റേഷൻ കൂട്ടണം. എക്സൈറ്റേഷൻ കൂട്ടി നമ്മളുടെ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ജനറേറ്ററും ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ഗ്രിഡും നമ്മൾ നോക്കും. അങ്ങനെ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ജനറേറ്റർ ഗ്രിഡിനേക്കാളും കൂടുതലാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ, അതായത് എക്സൈറ്റേഷൻ കൂട്ടുമ്പോഴാണ് ടെർമിനൽ വോൾട്ടേജ് നമ്മൾ കൂട്ടാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ എക്സൈറ്റേഷൻ കൂട്ടിയിട്ടാണ് റിയാക്റ്റീവ് പവർ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഓൾട്ടർനേറ്റർ ലാഗിംഗ് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നോർമൽ ഓപ്പറേഷനിൽ ലാഗിംഗ് പവർ ഫാക്ടറിലാണ് ഓൾട്ടർനേറ്റർ ഉള്ളത്. അപ്പൊ നമ്മൾ ആക്റ്റീവ് പവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ കൂടെ റിയാക്റ്റീവ് പവറും കൂടെ എക്സ്ട്രാ കൊടുത്തുകൊണ്ടിരിക്കുന്നു.
കാരണം നോർമൽ ലോഡ്സിനൊക്കെ ആക്റ്റീവ് പവറിന്റെ കൂടെ റിയാക്റ്റീവ് പവറും കൂടെ വേണം. അപ്പോൾ ഒരു ലിമിറ്റ് വരെ ഓൾട്ടർനേറ്ററിന് കൊടുക്കാം, ബാക്കി എക്സ്ട്രാ ഉള്ളത് നമ്മൾ വേറെ എന്തെങ്കിലും സോഴ്സസ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സൈറ്റേഷൻ കൂട്ടി ലാഗിംഗ് പവർ ഫാക്ടറിലേക്ക് ആക്കിയിട്ട് ഈ ഓൾട്ടർനേറ്ററിന് നമുക്ക് റിയാക്റ്റീവ് പവർ നെറ്റ്വർക്കിലേക്ക് കൊടുക്കാം. ഇനി നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ ഓൾട്ടർനേറ്ററിലേക്ക് റിയാക്റ്റീവ് പവർ ഇങ്ങോട്ട് എടുക്കേണ്ട സമയം വരും. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എക്സസ് റിയാക്റ്റീവ് പവർ ഉണ്ടാവും സിസ്റ്റത്തിൽ. ചിലപ്പോൾ ചില കപ്പാസിറ്റേഴ്സോ കപ്പാസിറ്റർ ബാങ്ക്സോ ലൈറ്റ്ലി ലോഡ് ലൈൻസോ കാരണം റിയാക്റ്റീവ് പവർ എക്സസ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിലപ്പോൾ ചില ഓൾട്ടർനേറ്റേഴ്സിനെ കൊണ്ട് റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ എന്ത് വെച്ചാൽ ഓൾട്ടർനേറ്ററിന്റെ എക്സൈറ്റേഷൻ വോൾട്ടേജ് കുറയ്ക്കും. എക്സൈറ്റേഷൻ വോൾട്ടേജ് കുറച്ചിട്ട് ഇതിന്റെ ടെർമിനൽ വോൾട്ടേജ് കുറച്ച് നമ്മൾ റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് ലീഡിംഗ് പവർ ഫാക്ടറിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ സപ്ലൈ ചെയ്യുമ്പോൾ ലാഗിംഗ് പവർ ഫാക്ടറിലും അബ്സോർബ് ചെയ്യുമ്പോൾ ലീഡിംഗ് പവർ ഫാക്ടറിലായിട്ട് വർക്ക് ചെയ്യുക. പക്ഷേ ഈ ഓൾട്ടർനേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 0.8 പവർ ഫാക്ടർ ലാഗിംഗിലും ആണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സൈറ്റേഷൻ കൂട്ടുകയും ലീഡിംഗ് ലാഗിംഗ് പവർ ഫാക്ടറിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിനൊരു കേപ്പബിലിറ്റി കർവ് ഉണ്ട് ഈ ജനറേറ്റർ. അപ്പോൾ ഈ ജനറേറ്ററിന്റെ കേപ്പബിലിറ്റി കർവ് വെച്ചിട്ടാണ് എത്രത്തോളം ലാഗിങ്ങിലും ലീഡിങ്ങിലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് കേപ്പബിലിറ്റി കർവ്. അപ്പോൾ അതിന് വൈ ആക്സിസും എക്സ് ആക്സിസും. അപ്പോൾ ഈ എക്സ് ആക്സിസിലുള്ളത് റിയാക്റ്റീവ് പവറിന്റെയാണ്, വൈ ആക്സിസിലുള്ളത് ആക്റ്റീവ് പവർ ആണ്. ഇനി റേഡിയൽ ലൈൻസ് ഒക്കെ പവർ ഫാക്ടറിന്റെയാണ്. അപ്പോൾ ഇത് പെർ യൂണിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ലാഗ് ഈ റൈറ്റ് സൈഡ് ഓഫ് ലീഡ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ലീഡിംഗ് പവർ ഫാക്ടറിലാണ്, റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാഗിംഗ് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പവർ സപ്ലൈ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇതിന്റെ കേപ്പബിലിറ്റി കർവ് നോക്കിയാൽ അറിയാം. ഈ ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ, അതിന്റെ ഈ ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് മേജർ പാർട്ടും റൈറ്റിൽ കുറച്ചൊന്നാണ് ലെഫ്റ്റിലും ഉള്ളത്. അപ്പൊ അതായത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന അതായത് റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടുതലാണ്, അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറവാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഒരു ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഒരു 1 per unit എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്ര പവർ ആക്റ്റീവ് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്ത ഓൾട്ടർനേറ്റർ. അപ്പൊ നമ്മൾ റിയാക്റ്റീവ് പവറും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആ ആക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറയും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇത് 0.8 പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ലാഗിന്റെ കണ്ടീഷൻ നോക്കാം. ഇപ്പൊ 1 per unit ആണെങ്കിൽ ഇവിടെ 0.8 പവർ ഫാക്ടർ ലാഗ് ആണെങ്കിൽ ഈ 0.8 പവർ ഫാക്ടറിന്റെ ലൈൻ ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും 1 per unit ആണ് കിലോ വാട്ട്. അതായത് ഇതിന്റെ റേറ്റഡ് പവർ തന്നെ 0.8 പവർ, അതായത് 0.8 PF ലാഗിൽ അതിന് റേറ്റഡ് ആക്റ്റീവ് പവർ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിപ്പോ ഒരു 0.7 പവർ ഫാക്ടർ ലാഗിലേക്ക് നമ്മൾ പവർ ഫാക്ടർ കുറയുകയാണ്. അപ്പോൾ പവർ ഫാക്ടർ പിന്നെയും ലാഗ് ചെയ്തിട്ട് 0.7 PF കുറയാണ്. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ കറസ്പോണ്ടിങ് ആക്റ്റീവ് പവർ നോക്കുകയാണെങ്കിൽ 0.95 ആയി. അതായത് 5% അതിന്റെ ആക്റ്റീവ് പവർ ഡീറേറ്റ് ചെയ്തു, അത്രയും കേപ്പബിലിറ്റി കുറഞ്ഞു. അപ്പൊ അങ്ങനെ 0.7, 0.6, 0.5 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതിന്റെ ആക്റ്റീവ് പവർ കേപ്പബിലിറ്റി കുറച്ച് കുറയും. അപ്പൊ അത് നമുക്ക് കുഴപ്പമില്ലെങ്കിൽ, അതായത് കുറച്ച് ആക്റ്റീവ് പവർ കുറയും, അതിന് പകരം വേറെ ആരെങ്കിലും ആക്റ്റീവ് പവർ കുറച്ച് കൂടുതൽ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് റിയാക്റ്റീവ് പവറും കൂടെ ഈ ജനറേറ്റേഴ്സ് വെച്ച് സപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഇപ്പൊ റിയാക്റ്റീവ് പവർ നമുക്ക് അബ്സോർബ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ, അപ്പൊ അബ്സോർബ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ലീഡ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ആ സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ 0.95 per unit ആയപ്പോൾ കുഴപ്പമില്ല, അതിന് ആക്റ്റീവ് പവർ അപ്പോഴും കൊടുത്തോണ്ടിരിക്കാം റേറ്റഡ് ആയിട്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് 0.9 എത്തുമ്പോഴേക്കും ഇതിന്റെ ആക്റ്റീവ് പവർ കൊടുക്കാനുള്ള കേപ്പബിലിറ്റി വല്ലാതെ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പവർ ഫാക്ടർ പിന്നെയും 0.8, 0.7 ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ആക്റ്റീവ് പവർ കൊടുക്കാനുള്ള കേപ്പബിലിറ്റി വളരെ കുറയും. അപ്പോൾ ഇതിൽ വേറൊരു രീതിയിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റെബിലിറ്റി. ഇപ്പൊ ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ റോട്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ഫീൽഡ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സൈറ്റേഷൻ കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പൊ എക്സൈറ്റേഷൻ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫീൽഡിന്റെ ഫ്ലക്സിന്റെ ഇന്റൻസിറ്റി കുറയുകയാണ്. അപ്പൊ അങ്ങനെ എക്സൈറ്റേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡ് ഫ്ലക്സ് വീക്ക് ആവുകയും ഈ ജനറേറ്റർ സിൻക്രണസത്തിൽ നിന്ന് പുറത്തായി പോകാനും ചാൻസ് ഉണ്ട്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ നോക്കിയെന്ന് വെച്ചാൽ ഈ ഓൾട്ടർനേറ്റർ ട്രിപ്പായി പോകും. കാരണം ആ സിങ്ക്രണസത്തിലേ വർക്ക് ചെയ്യും. സിങ്ക്രണസത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ട്രിപ്പായി പോകും. അങ്ങനെ എക്സൈറ്റേഷൻ കുറയ്ക്കുമ്പോൾ അത് ട്രിപ്പ് ആവുന്നതുകൊണ്ട് നമുക്ക് അധികം കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ആക്റ്റീവ് പവർ നമ്മൾ നന്നായി കുറച്ചിട്ട് അതിനെ എന്ത് ചെയ്യും, കുറച്ച് റിയാക്റ്റീവ് പവർ കൊടുക്കാനും കുറച്ച് ആക്റ്റീവ് പവർ കൊടുക്കാനും വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു കേപ്പബിലിറ്റി ഈ ജനറേറ്റേഴ്സിന് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റേഴ്സിന് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ഡിവൈസസ് സബ്സ്റ്റേഷൻസിലും ലോഡ് സെന്റേഴ്സിലും അവിടെയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാം, എക്സ്ട്രാ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കേപ്പബിലിറ്റീനെ ഡിറ്റർമിൻ ചെയ്യാനുള്ള കർവാണിത്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഡിവൈസസ്, ഫാക്സ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റംസ്. അതായത് ചിലപ്പോൾ നമുക്ക് ട്രാൻസ്മിഷന്റെ പോയിന്റ്സിന് കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷന് വേണ്ടിയിട്ടും പിന്നെ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ അതായത് ഷണ്ടും സീരീസ് ഒക്കെ ആയിട്ട് പല ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ ഓൾട്ടർനേറ്ററിന്റെ ബേസിക് കുറച്ച് കാര്യങ്ങൾ, റിയാക്റ്റീവ് പവറിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. താങ്ക് യു.